ഇതേ ബോട്ടിന്റെ അടുത്തോടെ വലിയ അത്യാവശ്യം നല്ല വിഷമുള്ള പാമ്പാണതേ. നല്ല വിറ്റാമിൻ ഹലോ ചാമര, നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിന്ന് 3-ാം ദിവസം നേരം വെളുത്തിപ്പോൾ ഇൻട്രോ കാര്യങ്ങളും പറയണം. അപ്പോൾ ഈ 3-ാം ദിവസം നമുക്ക് ഇത്തിരി കൂടി കൂടുതൽ മീനും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം മീൻ കിട്ടിയതും അതുപോലെ ആനക്കൊഴുവും അതുപോലെ മറ്റു മീനൊക്കെ കറിയൊക്കെ ഒരിക്കലും വീഡിയോ ആണ്. ആ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കാൻ പറഞ്ഞു വേർപ്പിക്കണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 3-ാം ദിവസം ആദ്യത്തെ വല കയറുമ്പോൾ അത്യാവശ്യം ചെറിയ കടലൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല, കടലിലെ സ്വഭാവമൊക്കെ മാറി. വല കയറുന്ന കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. വലക്കേറി വരുന്നത് ജീവനുള്ള അനങ്ങണ കണവനെ കണ്ട നമ്മുടെ വൈശാലിക്കുട്ടന. ഇനിതേ കാറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ് മക്കളെ. അതുകൊണ്ടാണ് ഇന്നൊരു മറിച്ചിലും കാര്യങ്ങളും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ 2-ാം ദിവസം വീഡിയോയുടെ കൂട്ടാനാണെങ്കിൽ നമ്മുടെ കടൽ വളരെ ശാന്തമായിരുന്നു. പക്ഷെ വെളുപ്പിലത്തെ കാറ്റാണ് നമ്മൾ അങ്ങോട്ട് മാറ്റി മറിച്ച് നോക്കി തട്ടി തട്ടി. ഇപ്പം ഈ സമയത്തൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ ഒന്ന് ഇടിച്ച് ആൾ വെള്ളത്തിലൊക്കെ പോകാൻ വരെ ചാൻസ് കുടിക്കുന്ന സമയമാണ്. ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഇന്നും കൂടി നല്ല കാറ്റും ഇത്തിരി മഴയും കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ കടൽ അങ്ങോട്ട് ഇളകോട്ടാണ്. ചേട്ടൻ പറഞ്ഞ പോലെ ഇതാണ് കടലിലെ മുള്ളമ്പന്നി അല്ലെങ്കിൽ പഫർ ഫിഷിൽ കുറേ എണ്ണം പഫർ ഫിഷ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ കാണട്ടെ. ഇവന്മാർ ഇത്തിരി വിഷയക്കാരാണ്. ഇവന്മാരെ വേറെ മീനുകളൊക്കെ ഒന്നും കടിക്കാനോ പിടിക്കാനോ ഒന്നും പോകില്ല. കാരണം അവന്മാരെ മുള്ളാണ് വിഷയം. അങ്ങനെ നമുക്ക് 3-ാം ദിവസം ഇത്രയും ദിവസത്തിൽ ഇത്തിരി കൂടി ചരക്കും കാര്യങ്ങളൊക്കെ 3-ാം ദിവസം കിട്ടിയിട്ടാണ് കേട്ടോ. കൂടുതൽ ഇത്തിരി വൈശാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം തന്നെ കണവയൊക്കെ പിറക്കിയിട്ടുണ്ട്. പിന്നെ അയില ഉണ്ട് കേട്ടോ. അയില നല്ല പേട്ട വെടക്കണ അയില കുട്ടന്മാർ. കൂടെ കയറി വന്നാണ് കിട്ടിയില്ല. നല്ല കാറ്റുണ്ട്. ആ ഒരു കാറ്റിൻ്റെ ഈ കിടന്നുള്ള മറിച്ചിലും കാര്യങ്ങളും കണ്ട ഓരോ കടൽ വന്ന് ഇങ്ങനെ മറിഞ്ഞ് പോവുകയാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞോളൂ, നല്ല മഴയും ഇത്തിരി കാറ്റും ഇതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ഇടല്ല കടൽ ഇളകി മറിയും. കടലിൽ പിന്നെ കോളായിരിക്കും. നമുക്ക് ഇതുപോലെ പോലും നിൽക്കാനൊന്നും പറ്റൂല. നമ്മുടെ 2-ാമത്തെ വീഡിയോ കണ്ട കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കടലിലെ ആദ്യത്തെ അവസ്ഥയും ഇപ്പോൾ ഉള്ള അവസ്ഥയും ശരിക്കും കണ്ടത് നല്ല മറിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഉച്ച സമയം ചോദിക്കഴിഞ്ഞാൽ ഇത് വളരെ ശാന്തമായി മാറോട്ടാ. അങ്ങനെ നമ്മൾ വലയും കാര്യങ്ങളൊക്കെ എറിഞ്ഞ് വിടുകയാണ്. എല്ലാവരും കൂടി വേഗം വലയും ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ എറിഞ്ഞ് നേരെ വെള്ളത്തിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2-ാമത്തെ വല ഇടാനായിട്ടാ. അപ്പോൾ ഈ 2-ാമത്തെ വല ഇടുന്ന സമയത്തൊക്കെ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ മൊത്തം ഒരു കിടിലം മീൻ പിടുത്തോന്ന് ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആനക്കൊഴുവൊക്കെ കറി വെക്കണ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വൈശാലിക്കുട്ടന്മാരൊക്കെ വേഗം ബോക്സിലോട്ട് നമ്മൾ കോരി ചേട്ടന്മാരെ കൂടി നിറക്കുകയാണ്. വീഡിയോ കാണുന്ന കൂട്ടർ എന്തായാലും വീഡിയോയുടെ അവസാനം വരെ കണ്ടോ. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അങ്ങനത്തെ ഒരു കിടിലം വീഡിയോ ഉണ്ട്. ഇന്ന് നമുക്ക് കടൽപ്പാമ്പൊക്കെ നമ്മുടെ ബോട്ടിന് അടുത്തോട്ടൊക്കെ വന്ന ഒരു കാഴ്ചയും കൂടിയൊക്കെ കണ്ടിട്ടാ. അങ്ങനെ ആനക്കൊഴുവ് എടുത്തിട്ടുണ്ട്. നല്ല വിറ്റാമിൻ വേറെ കുഴപ്പമില്ലാണ്ട വേറെ ഒന്നുമില്ല. അതിന്റെ പേരിലാണ് ഇതൊക്കെ എടുക്കുന്നത്. ഇതൊക്കെ വെട്ടിയിരുന്ന് ചെയ്യൂല. വലിയ മീനെടുത്താൽ വെട്ടാറുള്ളു. നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ആനക്കൊഴുവാണ്. ആനക്കൊഴുവാണ് നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞ പേരൊന്ന് കമൻറ്റ് ചെയ്ത് പറയണോട്ടോ. ഞങ്ങളിവിടെ ആനക്കൊഴുവ് എന്ന് പറയും. അപ്പോൾ ഇത് ചേട്ടന്മാരെല്ലാവരും കൂടി വെട്ടി ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. ആദ്യം പറഞ്ഞോളൂ, നമുക്ക് വൈശാലിപ്പണിയിൽ വലിയ മീനൊക്കെ ഒന്നും കിട്ടണില്ല. നെയ്മീനും കാര്യങ്ങളൊന്നും കിട്ടണില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓളം പോലെ നമ്മൾ നല്ല പച്ച ആനക്കൊഴുവ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവന്മാരത്ര കുറച്ചായിട്ടൊന്നും കാണണ്ട കേട്ടോ, ചെറുതായിട്ടൊന്നും കാണണ്ട. നല്ല ടേസ്റ്റാണ്. വെറുതെ മുളക് ചാറ് വെച്ചാലും ഈ ആനക്കൊഴുവ് ഒഴിക്കാൻ അടിപൊളി ടേസ്റ്റ്. വെട്ടിത്തരും. അപ്പൊ നമ്മളവിടെ അങ്ങോട്ട് നോക്കിയാൽ കയറി കൊടുക്കും. അത്രയുള്ള പരിപാടി. പറയണ്ട വെട്ടണ്ട. ഇപ്പൊ പറഞ്ഞാല് ഞങ്ങളുടെ വേലക്കാരനാണ്. കുക്കിംഗ്
എന്ന് പറയും കുക്കി. ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വെച്ച ആളാണ്. 1% കൊടുക്കും പുള്ളിക്ക്, അതാണ് കുഴപ്പം. വേറൊരു കേസുണ്ട്. അവര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആരാണ് ബോസനാണ് ബോസൻ മുകളിലേക്കും അവര് കഴിപ്പിച്ചു അത്ര ഉള്ളു. അത് തിന്നാൻ വേണ്ടി അല്ലെങ്കിൽ ബോസനോട് കയറി കിടക്കും പറ്റിയില്ലെങ്കിൽ. ഈ ബോട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബോട്ടിലെ ചേട്ടന്മാരൊക്കെ എല്ലാം പരസ്പരം നല്ല സഹകരണവും അതുപോലെ തന്നെ നല്ല സപ്പോർട്ടും വേണ്ട. അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിയും കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളങ്ങനെ 3-ാം ദിവസം അയക്കണത്. അപ്പോൾ ഉപ്പിട്ട് ആനക്കൊഴുവ കഴിയണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കൊഴുവിൽ ഇത്തിരി അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അഴുക്കൊക്കെ പോകാൻ വേണ്ടി നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ശരിക്കും അങ്ങോട്ട് കഴുകി എടുക്കുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോയിലായെന്ന് ഞാൻ എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ആനക്കൊഴുവ കറി വെക്കണ സമയത്ത് ഞാൻ സ്റ്റോർ റൂമിലായിപ്പോയി. അതുകൊണ്ട് ആനക്കൊഴുവ കറി വെക്കണ കാഴ്ചകളും കാര്യങ്ങളും എനിക്ക് കാട്ടിത്തരാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ സ്രാങ് നല്ലൊരു അടിപൊളി കിടിലം കറിയൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല മീൻ പൊരിച്ചൊക്കെ ഇങ്ങനെ എണ്ണയിൽ എടുക്കുന്ന കാഴ്ചയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പ്രസാദനോട് ആനക്കൊഴുവ കറി മുളക് ചാറ് അടിപൊളിയായിട്ട് വെച്ച് തേങ്ങാപ്പാലൊന്നും ചേർക്കാണ്ട് നല്ല കിടിലം കറിയായിരുന്നു. അങ്ങനെ ചേട്ടന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കുന്നത് നല്ല കുട്ടുകുടൂന്നും പറഞ്ഞ് ഇങ്ങനെ ആനക്കൊഴുവ് ഇങ്ങനെ കിടന്ന് തിളക്കുമ്പോൾ വായിൽ കപ്പലോടും മക്കളെ. കണ്ടാ ഈ ഒരു കാഴ്ച നോക്കിയേ. നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടി വേറെ ഒന്നും ഒരു സാധനമില്ല. മാത്രമേ ഉള്ളൂ, പുളിയൊന്നും ഇല്ല. ഇനി വാളപ്പുളി കീളമ്പുളി അല്ലെങ്കിൽ കുടപ്പുളി ഒന്നും മീൻ ഉപയോഗിക്കില്ല. വെറുതെ മുളക് തിളപ്പിക്കും. ചൂടോടെ ചോറിനൂടെ ഞങ്ങൾ കഴിക്കും. കാലത്ത് തന്നെ അങ്ങനെ ചോറൊക്കെ വിളമ്പി നമ്മളിനി ആനക്കൊഴുവയും കൂട്ടി കഴിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ എല്ലാവരും എത്തിയേട്ടാ. നമ്മളെ ബോട്ടിൽ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന കൂട്ടർക്ക് അറിയാൻ പറ്റും. ഒരുമിച്ചിരുന്ന് എല്ലാവരും കഴിക്കുള്ളൂ. അങ്ങനെ എല്ലാവർക്കും 4-5 കഷ്ണങ്ങളല്ല വലിയ വലിയ മീനുകളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട. ഓരോ പ്ലേറ്റിലോട്ടും 5-6 കഷ്ണം ആനക്കൊഴുവൊക്കെ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് നിരത്തി എല്ലാവർക്കും കൊടുക്കുകയാണ്. നമുക്ക് മീൻ ഒരിക്കലും കുറഞ്ഞു പോകില്ല. ബോട്ടിലൊക്കെ അറിയുമെന്ന് പറഞ്ഞാൽ മീൻ കറി ആയാലും എന്തായാലും കുറയൂല. എപ്പോഴും നമ്മൾ കൂടുതലൊക്കെ ഇട്ട് വെക്കോളൂ. ഇനി ഈ കൊഴുവക്കറിയും കൂട്ടി ആ ചൂടൻ ചോറങ്ങാട് കുഴച്ച് ഇപ്പം തന്നെ വായിൽ വെള്ളം വന്നട്ടാ. അതല്ലേ 4, 8, 10, 14 ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞു പോകില്ല. കാരണം മീൻ കൂടിപ്പോയി. അപ്പം എല്ലാവർക്കും ഇത്തിരിയും കൂടി കൂട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട. ഇതാണ് നമ്മൾ ഇങ്ങനെ കടിച്ച് തിന്നണാണ്ടാ. ആനക്കൊഴുവയാണ്. ആനക്കൊഴുവ കാൽസ്യം. ആനക്കൊഴുവ വരുമ്പോഴത്തേക്ക് ചോറ് കൂടുതലെടുക്കും. അതാണ് നമ്മളുടെ പരിപാടി. ആനക്കൊഴുവാണ്. വലിയ മീനൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ചെറിയ മീൻ തന്നെ കിട്ടുന്നു. കാരണം ആനക്കൊഴുവാണ് വെച്ചാണ് നല്ല കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും കഴിക്കാം. സാഗ് ചോറായിക്കാണേ. സാഗ് പുട്ടാണ്ടാ. രാവിലെ പുട്ടും പഴവും. പുട്ടുണ്ട് പഴം നമ്മുടെ പഴമത് എടുത്ത് വെച്ചോടെ. ഇവിടെ പഴം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. രാവിലെ കഴിക്കുമ്പോൾ പുട്ടും പഴമാണാ. താല്പര്യമില്ല, സ്രാങ്ങിന് താല്പര്യമില്ല മീൻ കറി കഴിക്കാൻ. അപ്പൊ ഞാനും പോയി കഴിച്ചിട്ട് വരാം. എല്ലാരും കഴിക്കാൻ തുടങ്ങി. സ്രാങ്ക് ഇത് കഴിക്കാൻ പോകണം. പിന്നെ ഞാനും കൂടി എന്റെ ചോറും മീൻ കറി കൂടി ഞാനും കഴിച്ചിട്ട് അടുത്ത വല ഇട്ടിട്ടുണ്ട്. മീൻ കിട്ടുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കാലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വല പിടിക്കാൻ സമയം. അങ്ങനെ നമ്മൾ 2ാമത്തെ വല കയറുകയാണ്. പ്രസാദേട്ടൻ വേഗം തന്നെ റോപ്പും കാര്യങ്ങളൊക്കെ അഴിച്ച് വീഞ്ച് തട്ടുകയാണ്. വീഞ്ച് തട്ടിയിട്ട് വേണം വീഞ്ച് കറക്കി നമ്മുടെ വയർ റോപ്പും കാര്യങ്ങളും വീഞ്ചിലോട്ട് കയറ്റാൻ. ഈ ഒരു സമയം നമ്മുടെ ഏരിയയിൽ മംഗലാപുരം ബോട്ട് പണിക്ക് വന്നിട്ടുണ്ട്. ഞാൻ 10 ദിവസം മംഗലാപുരം ബോട്ടിൽ കിടക്കണ ഒരു കിടിലം മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ നമ്മുടെ പേജിലും അതുപോലെ യൂട്യൂബ് ചാനലൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്ത കൂട്ടരാണെങ്കിൽ കയറി കാണണം. അത് മംഗലാപുരം ബോട്ട് എന്ന് പറയാൻ കാരണം അവരൊക്കെ അത്രയും ദൂരെ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് പണിയെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ അവിടെയും പോയൊക്കെ പണിയെടുക്കും. കടലിൽ ഒരളവൊന്നുമില്ല. നമ്മൾ എത്രത്തോളം പോകാൻ പറ്റും അത്രയൊക്കെ പോയൊക്കെ തന്നെ പണിയെടുക്കും. പിന്നെ ഇപ്പോഴാണ് ഇത്തിരി നിയമവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെയും കൂടി ഇത്തിരി കൂടി ചുരുങ്ങിയത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്ക, ലക്ഷദ്വീപ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലൊക്കെ പോയി വരെ പണിയെടുക്കണം ബോട്ടുകൾ ഇപ്പോഴും ഉണ്ടോ നമ്മുടെ നാട്ടിൽ. അങ്ങനെ നല്ല നീലക്കടൽ വളരെ ശാന്തമായി. കാലത്ത് കണ്ട കടലല്ല, നിങ്ങളൊന്ന് നോക്കിയേ. കാലത്തുണ്ട് കടലിലെ സ്വഭാവം ഇതാണ് ഞാൻ പറയണത്.
എപ്പോൾ വേണമെങ്കിലും മാറും. എപ്പോൾ വേണമെങ്കിൽ വെച്ചാൽ എപ്പോൾ വേണം. നേരത്തെ കണ്ട കടലാണ് നമ്മൾ രണ്ടാമത്തെ വല വലിക്കുമ്പോൾ ഉള്ള കടൽ ഇപ്പോഴത്തെ കടലിൽ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയേ. വളരെ ശാന്തമായിക്കൊണ്ടിരിക്കുക. ഉച്ച സമയം വൈകുന്നേരമൊക്കെ സമയമാകുമ്പോൾ ഒന്നും കൂടി കടലിൽ അനക്കൂല്ലാതാവും കേട്ടോ. കടലിലെ സ്വഭാവവും കടലിനെ പറ്റി പറയുകയാണെങ്കിലുണ്ട് നമുക്ക് കടലിലെ ആഴം എത്രത്തോളം ഉണ്ട് അതുപോലെ തന്നെ പല കാഴ്ചകളും പല പല അറിവുകളും പല രീതിയിലാണ് ഈ കടലിലെ കാര്യങ്ങളോട്ടെ. നമുക്ക് കൃത്യമായിട്ട് എല്ലാം നിങ്ങളോട്ട് പറഞ്ഞ് എനിക്ക് തരാൻ പറ്റില്ല. എങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ മാക്സിമം പരമാവധി ഉൾക്കൊള്ളിച്ച് ഞാൻ നിങ്ങളോട്ട് പറഞ്ഞുതരും. പകൽ സമയത്ത് നല്ല കട്ടയും കടലൊക്കെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇത് വളരെ ശാന്തമായിരിക്കണം. ഇതൊക്കെ കടലിലെ ഓരോ പ്രത്യേകത അല്ലെങ്കിൽ ഓരോ സ്വഭാവമാണ് ഒരു സമയത്ത് ഉണ്ടാവണം കേട്ടോ. അങ്ങനെ വല സ്പീഡിൽ ചേട്ടന്മാർ വലിച്ച് കയറ്റണം. വേഗം 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 വലിച്ച് കയറ്റണം. അതനുസരിച്ച് സ്രാങ്ക് റിവേഴ്സ് വെച്ച് കൊടുക്കേണ്ട. നേരത്തെ കടി കെട്ടാതെ നോക്കണേ. മറ്റേ സാധനമാണ് വല്യാണ്ടോ റോങ് വല്ലാണ്. വലിയ മോശം രണ്ടാമത്തെ വലയിൽ നമുക്കൊരു പാരറ്റ് ഫിഷിനെ കിട്ടിയിട്ടാ. തത്തമ്മ ചുണ്ടൻ എന്നൊക്കെ പറയും. ഈ പാരറ്റ് ഫിഷിന് കുറേ ഇനങ്ങളുണ്ട്. അതിലൊരു ഇനമാണ് നമുക്കിന്ന് കിട്ടിയത്. അപ്പോൾ ഏകദേശം ഇത് വയ്യാണ്ടൊക്കെ. അപ്പോൾ ഇവനെ നമ്മൾ നേരെ അങ്ങോട്ട് കടലിലോട്ട് കളയാമെന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു പാരറ്റ് ഫിഷിനെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്ത് പറഞ്ഞു, ഇത് നിങ്ങൾ അക്കോരത്തിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായി കാണുന്നത്, പക്ഷെ നമ്മളിതിനെ കടലിലോട്ട് തന്നെ കളയണ്ടാ. അത് രക്ഷപ്പെട്ട് പോകുന്ന നമുക്ക് വിശ്വസിക്കാം. നേരെ അങ്ങനെ കടലിലോട്ട് എറിഞ്ഞ് കളഞ്ഞത്. നമ്മൾ പിടിച്ച സമയത്ത് അതിൻ്റെ വലയിലൊക്കെ കൊണ്ട് കുറേ ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ കിളിക്കൂട്ടനെ കിട്ടി, നല്ല ഭംഗിയുള്ള കിളിമീൻ. ഇത് നമ്മൾ കടലിലോട്ട് എടുത്ത് കളയൂല. ഇത് നമുക്ക് അറിയൊക്കെ വെച്ച് കഴിക്കും. അപ്പോൾ നല്ല അടിപൊളി കിളിക്കൂട്ടനാട്ട. കിളിമീനൊക്കെ നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞ പേരൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഞങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞ മീനെ കിളിമീൻ എന്നുള്ള പറഞ്ഞ പല നാട്ടിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. മുട്ടയെന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് കംപ്ലീറ്റ് മുട്ടയാണ്. വൈശാല മുട്ട ഉണ്ടാ കാണിച്ചാൽ വലയിൽ കേട്ടാ. വലത് മുട്ട മീൻ്റെ വയറിൻ്റെ ഉള്ളിൽ കേട്ടാ. വയറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് മുട്ടയാണ്. കേട്ടാ വൈശാല മുട്ട അതാണ്. ആ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കിട്ടിയ മീനൊക്കെ നമ്മൾ നേരെ സ്റ്റോർ റൂമിലോട്ട് ഇറക്കണം. അപ്പോൾ മൂന്നാം ദിവസമായി നമ്മുടെ സ്റ്റോർ റൂമിലെ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തന്നിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി സ്റ്റോർ റൂമിലോട്ട് ഇറങ്ങി അതിൻ്റെ ഉള്ളിലെ കാഴ്ചയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ മൂന്നാം ദിവസമായപ്പോൾ നമ്മൾ പുതിയൊരു സ്റ്റോർ റൂമിൽ അതായത് ഒരു കള്ളി എടുത്ത് അടുത്ത വൈശാലിക്കുട്ടന്മാരെ അടിച്ചിടാനായിട്ടാ. അങ്ങനെ നേരെ നമ്മൾ വൈശാലിക്കുട്ടന്മാരെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരെല്ലാവരും പണിത്തിരക്കിലാണ്. അവിടെ 2 ചേട്ടന്മാർ ഐസ് ഓട്ടിക്കുന്നുണ്ട്. ഒരു ചേട്ടൻ ഇവിടെ മീനൊക്കെ ഐസാക്കണ ഒരു കാഴ്ചയുണ്ട്. വേഗം വേഗം വൈശാലിയൊക്കെ തട്ടിയിട്ട് കൊടുത്ത് ഐസ് ഇടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ആദ്യത്തെ വലയെ കിട്ടിയ വൈശാലിയാണ് നമ്മൾ ഇപ്പോൾ ഐസ് ചെയ്യാട്ടോ. ഇപ്പോഴത്തെ വലയെ കിട്ടിയ വൈശാലി അടുത്ത വല പിടിക്കുമ്പോഴാണ് ഐസ് ചെയ്യാനായിട്ടാ. അതങ്ങനെ നമ്മൾ ഐസ് ചെയ്യുള്ളൂ. അങ്ങനെ വേഗം വേഗം മറിച്ച് ഐസ് ചെയ്യണ ഒരു കാഴ്ചയാണ്. കാലത്ത് ആദ്യത്തെ വലയിലാണ് നമുക്ക് കൂടുതൽ വൈശാലി കിട്ടിയത്. അപ്പോൾ വേഗം തന്നെ ഐസ് ചെയ്യണം. ആ ഒരു കള്ളി മൊത്തം നമ്മൾ വൈശാലി കൊണ്ട് നിറക്കേട്ടാ.
അത് കഴിഞ്ഞപ്പോൾ ഇവിടെ പുതിയൊരു ചെറിയൊരു കള്ളി റെഡിയാക്കണം. അതെന്താ വെച്ചാൽ സ്കിഡ് കുറച്ചുണ്ട്, സ്കിഡും വലിയ കണവയും. അതിനും വേണ്ടി ഒരു കുഞ്ഞു കള്ളി നമ്മൾ ഇവിടെ റെഡിയാക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് അത് ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു കുഞ്ഞു കള്ളി എടുക്കുന്നത് കാരണം അത്രേ ഉള്ളൂ. കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വലിയ കള്ളിയിലോട്ടാക്കും. അങ്ങനെ ഒരു ചെറിയൊരു ബോക്സിലുണ്ടായ കൂന്തലും അതുപോലെ തന്നെ നമ്മുടെ വലിയ കണവയൊക്കെ നേരെ ഇതിനകത്തോട്ട് ആക്കിയിട്ടാ. നീരാളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബോക്സ് അല്ല, ഒരു 2 ബോക്സുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടാ. അപ്പോൾ വേഗം നമ്മൾ അങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഐസ് ഇടാമെന്ന് വെച്ച് സ്റ്റോറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കടൽക്കാക്കകൾ ഇരിപ്പുണ്ട്. ഇവന്മാർ എപ്പോഴും കൂട്ടമായിട്ട് നടക്കുള്ളൂ. പക്ഷേ ഇവന്മാർ ഇത്തിരി വിഷയമാണ്. ബോട്ടിലൊക്കെ ആകെ അലമ്പാക്കിയിടോട്ടാ. നമുക്ക് ഫുൾ സപ്പോർട്ടാണ്ടാ. ഞങ്ങൾ എല്ലാ സപ്പോർട്ടും കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുപോകും, എല്ലാ കടലിലും കൊണ്ടുപോയി പഠിപ്പിക്കുക, കാണിക്കുകയും ചെയ്യും. അത് മതി. നമ്മളെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടാ സാങ്ങ നമ്മുടെ ബോട്ടിന്റെ പേരൊന്ന് പറഞ്ഞോടത്തെ. ഗോഡ്സേ ബോട്ട്. ഞാൻ നമ്മ പോകാൻ കേട്ടാ. ഇവിടെ എല്ലാവരും ഇതേ വലിച്ചോണ്ടിരിക്കണം. ആ ഗ്രൗണ്ടിലൊക്കെ വല വലിക്കണം. കേട്ടാ ഇവിടെ വൈശാലിപ്പണിയാണ് ഈ എടുത്തുകൊണ്ടിരിക്കണത്. ഈ വൈശാലിപ്പണി എന്ന് പറയാൻ എത്ര ദിവസം നമുക്ക് കിട്ടുമെന്ന് പറയാം. കിട്ടണ ഒരു ചുരുങ്ങിയ 2 മാസം ഇപ്പോൾ ഉണ്ടാവുള്ളൂ ഈ പണി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളിലോട്ട് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ട് കൂടുന്നതോറും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസും ഫിഷിംഗ് വീഡിയോസൊക്കെ പല പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ഇപ്പോൾ മിനിക്കോയി, മാലദ്വീപ്, ആൻഡമാൻ, ലക്ഷദ്വീപ് അങ്ങനെയുള്ള വ്യത്യസ്തമായ ഫിഷിംഗ് സ്ഥലങ്ങളൊക്കെ പോയിട്ട് അവിടുത്തെ ഫിഷിംഗ് രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് എത്തിക്കോട്ടോ. വലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫ്രാങ്ക് വയർലെസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിവും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ബാക്കി എല്ലാവരും റെസ്റ്റിലാണ്. കേട്ടാ ഇവിടെ കിടക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. മുകളിലൊരു ചേട്ടൻ റെസ്റ്റിലാണ്. സൈഡിൽ സുനിച്ചേട്ടനൊക്കെ റെസ്റ്റിലാണ്. കേട്ടോ എല്ലാ റെസ്റ്റ്. നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കി തന്നെ അടുക്കളയിലെ ചേട്ടനും റെസ്റ്റിലാണ്. എല്ലാവരും റെസ്റ്റിലാണ്. കേട്ടോ പിന്നെ അടുക്കളയിലും ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ 3ാമത്തെ വല റെസ്റ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. കടലപ്പോൾ ഒന്നും കൂടി ശാന്തമായിട്ടാണ്, പുഴ പോലെ. അങ്ങനെ റോപ്പും കാര്യങ്ങളും പലപോലെ തന്നെ വയർ റോപ്പ് കാര്യങ്ങളൊക്കെ കയറി ചേട്ടന്മാരുടെ വയർ റോപ്പും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ വലയിൽ നമുക്ക് എന്തൊക്കെ മീനാണെന്നൊന്നും പറയാൻ പറ്റില്ല. മെയിനായിട്ട് വൈശാലിപ്പണി എടുക്കണത്. പിന്നെ നമ്മൾ രാത്രി ആങ്കർ ചെയ്യണം. ആങ്കർ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. നങ്കൂരം അല്ലെങ്കിൽ ആങ്കർ എന്ന് പറയും. അങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ എത്തി. അപ്പോൾ ഈ ഒരു വലയിൽ നമുക്ക് മീനൊക്കെ പ്രതീക്ഷിക്കുക. കടലിലെ പണി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ പണിയാണ്. എന്ത് വേണേൽ നമുക്ക് കിട്ടാം. ചിലപ്പോൾ കടലാമ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു പണിയിൽ എന്തായാലും കടലാമയും കാര്യങ്ങളും കുറവാണ്. കാരണം ആ ഒരു സമയവും കാര്യങ്ങളല്ല. അല്ല സമയത്തൊക്കെ നമുക്ക് കടലാമ, കടൽപ്പാമ്പൊക്കെ കിട്ടും. പക്ഷേ ഈ രാത്രിത്തെ വലയിൽ എന്തായാലും നിങ്ങൾക്ക് ഞാനൊരു കിടിലൻ ഒരു കടൽപ്പാമ്പിനെ കാണിച്ചു തരാട്ടാ. അതൊരു കാണേണ്ട മുതൽ തന്നെയാണ്. അവൻ കിടന്ന് അങ്ങാടും ഇങ്ങാടൊക്കെ ഇഴഞ്ഞ് മാറണം. ഒരു കിടിലൻ കാഴ്ചയൊക്കെ പുറകെ വരുന്നുണ്ട്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കത് കാണാൻ പറ്റും. അങ്ങനെ വല വേഗം കയറ്റിയെടുക്കുന്ന ഒരു കാഴ്ച കേട്ടാ. ചീറ്റണേ ചീറ്റണാ. അടിപൊളി കാഴ്ച. ദേവിയാണ് വൈശാലി. വേടകളൊക്കെ വൈശാലി. നമുക്ക് വിടും രക്ഷിക്കും. 150 കിലോ 200 കിലോ ആകാനുള്ള സാധനമുള്ളത്. ചേട്ടനെ എടുത്ത് കടലിലോട്ട് കളഞ്ഞ മീനിൻ്റെ പേരാണ് മോതേട്ട. അത് ചേട്ടൻ പറഞ്ഞാൽ 100, 100, 120 കിലോ വലിപ്പം വരും. നല്ല വലിപ്പം വെക്കണ മീനാണ്. അതിപ്പോൾ കുഞ്ഞിതാണ്. ഇത് ബഫർ ഇനത്തിൽ നമ്മൾ ആദ്യം കാണിച്ചത് മുള്ളമ്പന്നിയാണെങ്കിൽ ഇത് വേറൊരു ഇനം ബഫർ ഫിഷാണ്. അതിൻ്റെ കൂടെ ഫ്രോക്ക് ഫിഷ് ഉണ്ട്, കടൽ മാക്രീം ഉണ്ട് കേട്ടോ. ഇവന്മാരാണെങ്കിൽ മറ്റേ ദേഷ്യം പിടിച്ച് നിൽക്കണം. ഇവന്മാരെ മുഖം ഭയങ്കര ദേഷ്യം പിടിച്ച പോലെ ആയിട്ട് ഇവന്മാരെ പ്രത്യേകതയാണ് ആ ഒരു മുഖത്തിൻ്റെ. അങ്ങനെ ബാക്കിയുള്ള വൈശാലിക്കുട്ടന്മാരെ വേഗം തട്ടി നമ്മൾ നേരെ ബോക്സിലോട്ടാക്കുകയാണ്. വേഗം പണി തീർക്കുകയാണ്. ഈ ഒരു പണിയിൽ തിരിഞ്ഞ് നടുവൊടിയൂല. കാരണം ബാക്കിയുള്ള പണി എന്നൊക്കെ പറഞ്ഞാൽ നിറച്ച് മീനും പലതരം മീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഓരോ മീനുകളും ഓരോ തരത്തിലൂടെ പൈലയും ചാളയും അതുപോലെ തന്നെ ബാക്കി നിരവധി മീനുകൾ ആകോലിയും ബാക്കി അങ്ങനെ കുറേ മീനൊക്കെ കയറുമ്പോൾ അതൊക്കെ ഓരോന്നും നമ്മൾ വ്യത്യസ്തമായിട്ട് തിരിഞ്ഞ് മാറ്റണം. ഇവിടെ അങ്ങനെ ഇല്ല. ഒറ്റ മീനായതുകൊണ്ട് വേഗം വാരിക്ക് ഒരു ബോക്സിലോട്ട് അടിക്കുക, കഴുകി നേരെ സ്റ്റോർ റൂമിലോട്ട് കയറ്റുന്നുള്ള ചടപടയെന്നുള്ള പരിപാടിയാണ് കേട്ടോ. ഇനി നമ്മുടെ ഉച്ചക്കലത്തെ പരിപാടി ഇവിടെ പ്രസാദേട്ടൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി പച്ച വറ്റക്കുട്ടന്മാരെ വെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബീൻസൊക്കെ കുഞ്ഞിതാക്കി ഇങ്ങനെ അരിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മീൻ പൊരിച്ചതും പച്ചക്കറിയും ആട്ടോ നമുക്ക് ചോറിന്. അപ്പോൾ അതിനായിട്ട് വറ്റക്ക് മസാല കൂട്ട് ചേർക്കണം. മസാലക്കൂട്ട് നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി കാര്യങ്ങളൊക്കെ ചേർക്കണം. മസാല കൂട്ടുന്നില്ല, ഉപ്പും മുളകും കൂടിയാണ് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം. എന്നിട്ട് വറുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ട.
ഇനി ചേർത്തതൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി ശരിക്കും ഒന്ന് അങ്ങോട്ട് കിലുക്കി കൊടുക്കും. ആ കലം അങ്ങോട്ട് കറക്കി അങ്ങോട്ട് വിടോട്ടെ. അപ്പോൾ ആ കുരുമുളക് പൊടിയും എല്ലാം ശരിക്കും ആ വറ്റയിലോട്ട് അങ്ങോട്ട് നന്നായിട്ട് പിടിക്കും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സെറ്റാവും. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് മറിച്ച് കൊടുക്കും. നന്നായിട്ട് മറിക്കണതനുസരിച്ച് ആ പൊടിയൊക്കെ ശരിക്കും അങ്ങോട്ട് മേത്ത് അങ്ങോട്ട് മുളക് പൊടിയൊക്കെ നന്നായിട്ട് മീനിൻ്റെ പിടിച്ചിരിക്കും. അങ്ങനെ വീണ്ടും നമ്മൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് ബോട്ടിലെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ചേട്ടന്മാരെല്ലാവരും അങ്ങനെ ഉരുളി വെച്ച് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി പോവേണ്ട. ഈ ഒരു മീൻ പൊരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ എന്താണ് കറി എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറയണോട്ടാ. ഇന്ന് ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും എപ്പോഴാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ കറി എന്താണെന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു. ഞങ്ങൾക്ക് ഇന്നത് രണ്ടാമത്തെ അതായത് ഉച്ചക്കാലത്തെ ഫുഡ് അടി എന്ന് പറഞ്ഞാൽ ഇതേ വെളിച്ചെണ്ണയ്ക്ക് ഉരുളിയിലോട്ട് ഒഴിച്ച് മീൻ അങ്ങോട്ട് പൊരിക്കാൻ വേണ്ടി പോവുകയാണ് പ്രസാദേട്ടൻ. ആദ്യം തന്നെ നല്ല കീടിലും വറ്റക്കൂട്ടിനെ അങ്ങോട്ട് ഇട്ടപ്പോൾ നല്ല കുടുകുടൂന്ന് പറഞ്ഞ അങ്ങോട്ട് എണ്ണയെ കിടന്ന് അങ്ങോട്ട് വറുത്ത് റെഡിയാവുന്ന ഒരു കാഴ്ച ഉണ്ട്. അവനെ കിടന്ന് മൊരിയാണ്. അപ്പോൾ 1 2 3 4 5 എണ്ണോ ഞങ്ങൾ ഓരോന്നും മാറ്റിയൊക്കെ ഇട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് ഞാൻ ആ എണ്ണയൊക്കെ എടുത്ത് പ്രസാദേട്ടൻ ആ മീനിൻ്റെ മേത്തോട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് ഒഴിച്ചൊക്കെ അങ്ങോട്ട് കൊടുക്കേണ്ട. ബോട്ടിലെ മീൻ കറി ആയാലും മീൻ വറുത്തതൊക്കെ ആയാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ആ ഒരു വെക്കണതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ മീൻ അങ്ങോട്ട് വറുത്തപ്പോൾ ഒരു സൈഡ് അങ്ങോട്ട് മൊരിഞ്ഞപ്പോൾ അടുത്ത സൈഡ് അങ്ങോട്ട് മറിച്ചിടേണ്ടതാണ്. അപ്പോൾ ഈ മറിച്ചിടുന്ന സമയത്താണെങ്കിലും മീനിൻ്റെ വേവും കാര്യങ്ങളൊക്കെ നല്ല കൃത്യമാണ്. വേറെ പൊടിച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. ഉച്ചക്ക് മീൻ വറുത്ത് മാത്രമല്ലല്ലോ സ്പെഷ്യൽ ഉണ്ടല്ലോ ബീൻസ് വറുത്ത് വറ്റ വറുത്തത്. ശ്രാങ്ക് പുട്ട് കഴിഞ്ഞ് കാലത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ചോറി പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 നേരം ചോറാണ്. വൈകുന്നേരം നമുക്ക് പുട്ടായിരിക്കും. അപ്പം ആ മരത്തവിടെ നല്ല പരിപാടി അവിടെ ഉണ്ട് അണിയത്ത്. അപ്പോൾ നമുക്ക് അങ്ങാട് പോവാട്ടാ. ഞാൻ അങ്ങാട് പോട്ടെ ശ്രാങ്കേ. ഇവിടെ അണിയത്ത് നോക്കട്ടെ എന്താണ് പാട് നോക്കട്ടെ. എല്ലാവരും ഇരുന്നട്ടാ. 2 വറ്റയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. വറ്റ എങ്ങനെയുണ്ട്? ഒന്ന് കുഴച്ചൊന്ന് കാണിക്കും. ഒരു വറ്റ ഒന്ന് കടിക്കണ്ട് കാണട്ടെ. എങ്ങനെയുണ്ട്? മൂത്ത് കാണാം. അടിപൊളിയാണെന്ന് പറയണം. നമ്മുടെ കുക്ക് വെച്ച കുക്കിനെ എടുക്കണ്ട്. വെച്ച കുക്ക് കടിക്കാൻ പോവാണ്. ഇതും കുട്ടി അങ്ങനെ അടിക്കും. മെയിൻ കുക്കാണ്. ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിലോട്ടൊക്കെ ഷെഫിന് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. നാടൻ വിഭവങ്ങൾ വെച്ച് തരും. മീൻ വറുത്തത് മീൻ കറി മാസം 50-ന് മേലെ കൊടുത്താൽ മാത്രം വരുള്ളൂട്ടാ. അല്ലെ മുതലാവൂലല്ല. അല്ല മുതലാവൂല. നല്ല മീൻ കറി. റെസ്റ്റോറൻറ്റ് പൂട്ടണല്ല. ഈ ബോട്ടിലെ കറി വെക്കണം എന്ന് വെച്ചാൽ അവർക്ക് ഈ മറ്റേ ഹോട്ടൽ മാനേജ്മെൻറ്റ് കാര്യങ്ങളും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ ആ വെക്കുന്ന കറി അടിപൊളിയായിരിക്കും. കാരണം അവർക്ക് അത്രയും ചെറുപ്പം തൊട്ട് വെച്ച് മീൻ കറികൾ വെച്ച് നല്ല എക്സ്പീരിയൻസ് ആണ്. നാടൻ കറി മീൻ കറി ആയാലും മീൻ വറുത്തായാലും പച്ചമുണ്ട ബോട്ടിലായാലും ഏത് ബോട്ടിൽ പോയാലും അവർ വെക്കണ നല്ല അടിപൊളി കറിയും കാര്യങ്ങളായിരിക്കും. പിന്നെ 3-ാം ദിവസവും നമ്മളിത് കടലിൽ തന്നെ ഇപ്പം ബോട്ട് എന്താണ് പോവാത്ത അനക്കൊന്നുമില്ല നിങ്ങൾ പലരും ചോദിക്കും. വേറെ ഒന്നുമല്ല, നമുക്ക് കടലിൽ ഇപ്പോൾ ഓരോ കൊല്ലം തോറും വരുംതോറും ഇവിടുത്തെ കടലിലെ മത്സ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. കൂടിയല്ല അവനത് കുറയാണ്. കാരണം ബോട്ടുകളുടെ അളവ് കൂടുകയാണ്. അതുപോലെ തന്നെ മീനിൻ്റെ ലഭ്യത കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അതുപോലെ ഡീസൽ കാശ് ഭയങ്കര കത്തണ കാശാണ്. നമുക്ക് പണ്ടത്തെക്കാളും 4 ഇരട്ടിയാണ് ഡീസൽ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇട്ട് ബോട്ട് ഓടിച്ച് നമുക്ക് കിട്ടാത്ത കാര്യത്തിന് നമ്മൾ നോക്കില്ല. മീനിൻ്റെ തിരിവ് കിട്ടാൻ വേണ്ടി ശ്രാങ്ക് വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ അതുകൊണ്ട് ബോട്ട് ഇഞ്ചനൊക്കെ ഓഫ് ചെയ്ത് വെറുതെ കടലിൽ ഇങ്ങനെ ഒഴുക്കി ഇട്ടേക്കണം. ഒരു ഒഴുക്കിൽ ഇങ്ങനെ നമ്മുടെ ബോട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ആങ്കർ ഒന്നും ചെയ്തിട്ടില്ല അല്ലേട്ടാ. ഡീസലാണ്. അപ്പൊ നമുക്ക് ചെലവ് കൂടുതലാണ്. അതാണ് സംഭവം. അപ്പൊ ഈ ഒരു പണ്ടെന്നൊക്കെ വെച്ചാൽ ഡീസലിനൊക്കെ വില കുറവായതുകൊണ്ട് എല്ലാവരും വീണ്ടും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. കിട്ടിയെന്നുള്ള രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് മീനൊക്കെ വലിക്കും. ഇപ്പൊ മറ്റുള്ളവരെ തിരിവ് ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കണ ഓരോ ബോട്ടുകളുണ്ടാകും. അപ്പോൾ അവർ ചരക്കെടുക്കുമ്പോൾ അവരുടെ തിരിവൊക്കെ നോക്കി പിന്നെ ശ്രാങ്കിൻ്റെ ഒരു ഐഡിയ ഒക്കെ നോക്കിയാണ് ഇനി നമ്മൾ വലയും കാര്യങ്ങൾ വൈകുന്നേരം ഇടുള്ളൂ. പിന്നെ കാലത്തും വൈകുന്നേരമൊക്കെ ഇത്തിരി കൂടി മീൻ കിട്ടലും കൂടും. അപ്പോൾ വൈകുന്നേരത്തെ വലയൊക്കെ ഇടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ശാന്തമായി നമ്മൾ ബോട്ടോട് നിർത്തിയിട്ടാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് മത്സ്യബന്ധനത്തിലൊക്കെ ഓരോരോ കാരണങ്ങളും മീൻസിൻ്റെ പ്രത്യേകതകളും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി ഞാൻ ചോറ് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തെ വല കയറേണ്ട. അപ്പം ഈ വലയിൽ വ്യത്യസ്തമായിട്ടൊരു മീനുണ്ട്. അവന്മാർ ഇച്ചിരി അപകടകാരികളും കൂടിയാണ് കേട്ടോ. അവന്മാർ നമ്മുടെ കരയിലെ കൂരിയുടെ രൂപസാദൃശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂരി മീൻ കടലിലുണ്ടാവും കായലിലുണ്ടാവും. എങ്കിലും ആ ഒരു കൂരിനെ പോലല്ല ഇവന്മാർ. അവന്മാരെക്കാളും ഇച്ചിരി കൂടി ചെറുതാണെങ്കിലും അപകടകാരികളാണത്. ഇതാണ് കടലിലെ കാരി. കടലിലെ കാരി എന്ന് പറഞ്ഞാൽ ചെറിയ മുതലായിട്ട് നിങ്ങൾ കണ്ട നമ്മളിപ്പോൾ ഭയങ്കര ശ്രദ്ധിച്ച അവന്മാരെ തട്ടി മാറ്റി കളയണ്ട. ഏകദേശം തല നോക്കിക്കഴിഞ്ഞാൽ കൂരിയുടെ അതുപോലെയൊക്കെ കൂരി മുഷിമീൻ്റെ ഒക്കെ ഒരു എനോണ്. പിന്നെ ഇവിടെ ഒരു നീരാളിക്കൂട്ടർ ഉണ്ടാവുന്നത്
ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ പിടിച്ച് നിൽക്കണം നല്ല ഉഷാറായിട്ട് നല്ല തക്കിടുമുണ്ട നീരാളിക്കൂട്ടം. ഈ കാരി കണ്ട ഓരോന്നിനെടുത്ത് നമ്മൾ തോണ്ടി തോണ്ടി കളയണം. കാരണം നമ്മൾ മീനൊക്കെ പിറക്കുമ്പോൾ അറിയാണ്ട് നമ്മുടെ കയ്യിൽ അത് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നത്തെ ദിവസത്തെ പോയി. കൈ അത്രക്കും അനക്കാൻ പറ്റില്ല, അത്രക്കും കട്ടഴപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു സമയം നീരാളിക്കൂട്ടം പയ്യെ നീങ്ങി പോണൊരു കാഴ്ച നോക്കി. അതിലെ പിടിക്കാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ്റെ എഴഞ്ഞ് സ്കൂട്ടാ വേണ്ട നൈസിൽ നീരാളിയൊക്കെ ഇഴയണ ഒരു കാഴ്ച നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുന്നത്. അയിലിനെ കയറി പിടിക്കും. ഇവൻ അടുത്ത് നിൽക്കണ ഒരു സാധനത്തിനൊക്കെ കയറി ജീവനുള്ള കയറി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിടൂലട്ടാ, ശരിക്കും ചുറ്റിപ്പിടിക്കും. അതാണ് ഏറ്റവും വലിയ നീരാളിയുടെ പ്രത്യേകത കേട്ടാ. അപ്പോൾ ഇതാണ് ആ കാരി കണ്ട, കാരി കിടക്കണണ്ട. അപ്പോൾ ആ സമയത്ത് കാരിൻ്റെ അടുത്തൊരു മോതമീനുണ്ട്. തൊട്ട് കൊടുത്തപ്പോൾ കണ്ട ചുറ്റിപ്പിടിച്ചണ്ട. ഞാൻ പറഞ്ഞില്ലേ പശ പോലെ പിടിക്കും, വിട്ടു പോകൂലട്ടാ. കണ്ട നമ്മുടെ വീട്ടിൽ അടിച്ചു വാരി തൂത്ത് വാരി എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അപ്പോൾ ഒരു മോതക്കൂട്ടനെ കിട്ടിയിട്ടുണ്ട്. അവനെ നമ്മൾ നേരെ കടലിലോട്ട് കളയും. അതുപോലെ പിടിച്ചിരിക്കണ നീരാളി ഇതാണ് മകരവാള. വാളമീൻ വെട്ടുമ്പോൾ ചരിച്ച് വെട്ടോളൂ, വാളയെന്ന് പറയും ആ ഒരു മീന. അപ്പോൾ അതേ കാരി നമ്മൾ ഓരോന്നും എടുത്തത് സൂക്ഷിച്ചെടുത്ത് കളയണം. സൈഡിലൊക്കെ ഉള്ള മുള്ളുകൊണ്ട് ഭയങ്കര അപകടമാണ്. പിന്നെ ഇതാണ് പട്ടിക്കറൂപ്പ് അല്ലെങ്കിൽ കറൂപ്പ്. നമ്മുടെ ഹമൂരനത്തിൽ പെട്ട മീനാണ്. ഇതിൻ്റെയൊക്കെ ഒരു പെലപ്പ് തന്നെ കിട്ടുന്ന കാഴ്ചയൊക്കെ നമ്മുടെ വീഡിയോയിൽ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഇതൊക്കെ കുറവാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ സീസൺ അല്ല. ഇതാണ് ക്ലാത്തി അഥവാ ട്രിഗർ ഫിഷ് എന്ന് പറയും കേട്ടോ. നീട്ടോളം മുതൽ ആഹാ ഇതേ കാണുന്നു. ഇതേ പോണാ കണ്ടാ തിളങ്ങി കാണാ കണ്ടാ കടൽപ്പാമ്പൊക്കെ. ആഹാ ഇങ്ങാടോ നോക്കിയേ, വലുത് കേറുനി. ഇതേ ബോട്ടിന്റെ അടുത്തോടെ കണ്ടാ വലിയ അത്യാവശ്യം നല്ല വിഷമുള്ള പാമ്പാണ്. നോക്കിയേ ബോട്ടിൽ കയറാൻ പോണ്. പക്ഷെ ബോട്ടിൽ കയറാൻ പറ്റൂല. നമ്മൾ ടയറൊക്കെ എടുത്ത് മുകളിലോട്ടിട്ട് ആണോ ചുറ്റിപ്പണ നോക്കിയേ. എന്തിനാ കാണിച്ചിട്ടാ കടിച്ചില്ല. ബോട്ടിൽ കയറാൻ നോക്കണം നിങ്ങള്. പോണ് സാധനമൊക്കെ അടിച്ചു കഴിഞ്ഞാണ്ടല്ല പൊന്നെ നമ്മ പിന്നെ സ്വർഗം കാണണ്ട. പോണടാ ബോട്ടിന് ചുറ്റും കിടന്ന് ഓടണ്ട. കണ്ട കടൽപ്പാമ്പ്. ആഹാ പൊന്നെ കിടില സാധനം. ആഹാ അടിപൊളി. പോണു മക്കളെ, കടൽപ്പാമ്പ് നമ്മ അടുത്ത് പിടിക്കണ്ട. അവൻ നമ്മുടെ ബോട്ടിന് ചുറ്റും കിടന്ന് ഓടിക്കളിക്കുന്ന ഒരു കാഴ്ച കേട്ടതാ. വല അത്യാവശ്യം ചെറുതാണ്, വലിയ മുഴുത്തെന്ന് പറയാൻ പറ്റാടാ. പോണടാ ഇങ്ങോട്ട് വരണ്ട. അരമണിക്കൂർ കടിച്ചാലേ അരമണിക്കൂർ ഓ സാധനത്തിന് ഓടിയെത്തൂല ഓടിയെത്തൂലെന്ന് പറയാ. അത്രയൊക്കെ വിഷമാണ് കണ്ടാ. പോണടാ വലയിലൊക്കെ ഈറ്റും കാര്യങ്ങളൊക്കെ കളയണ്ട. നമ്മള് പണിയും കാര്യങ്ങളൊക്കെ തീർന്ന് നമ്മള് വലയിലുണ്ടാവണ ചെറിയ കീറ്റുകളുണ്ടാവും. കീറ്റ് എന്നല്ല പറയണമെങ്കിൽ ചെറിയ പൊട്ടുകളൊക്കെ ഉണ്ടാവും, കേടുപാടുകൾ. അപ്പൊ അതൊക്കെ നമ്മൾ റെഡിയാക്കും. അതിന് വേണ്ടി വലപ്പണിക്കാരുണ്ടാവും, സ്പെഷ്യൽ ആയിട്ടുള്ള പണിക്കാരാണ് ഇവര്. വലപ്പണി കാര്യങ്ങളൊക്കെ നോക്കണം, വലയിലെ പണിയൊക്കെ നോക്കണം. അപ്പൊ ഇവിടെ ആ ചേട്ടനുണ്ട്, ഇവിടെ ഈ ചേട്ടനുണ്ട്. കണ്ട പിടിച്ചു കൊടുക്കാണ്. ഈ കാണുന്നതാണ് ഇളപ്പ്. ആ ഇളപ്പ് വെച്ചാണ് ഈ വല തുന്നണം കേട്ടോ. ഇളപ്പിൽ നൂല് കയറ്റിയിട്ടുണ്ടാവും. ഇത് കണ്ട. അപ്പോൾ ആ പൊട്ടിയ വല അങ്ങോട്ട് കയ്യോടെ തന്നെ അങ്ങോട്ട് തുന്നി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെളുപ്പിന് നേരെ വലയും കാര്യങ്ങളും നേരെ പിന്നെ കടലിലോട്ട് ഇടാം. അപ്പം അതുകൊണ്ട് ആ ഇളപ്പ് വെച്ച് ആ വലയുടെ ആ ഒരു ഭാഗം കോർപ്പും കാര്യങ്ങളൊക്കെ തുന്നി കേടാ സെറ്റ് ചെയ്യണം കേട്ടോ. മകരവാള വെട്ടിയാക്കണ ചരിച്ചാ വെട്ടിയാണ് ആ ഒരു പീസ് കാണിച്ചേ. വാള വെട്ടുമ്പോ ചരിച്ചു വിട്ടോളൂ കണ്ടാ, ചരിച്ചു വെട്ടിയാക്കാണ്. കുടുങ്ങും. ഇതാകുമ്പോ നമുക്ക് വലിയ കംപ്ലീറ്റ് പോലെ അതാണ് സംഭവം. നമ്മള് അതിലെടുക്കാണ്. നമുക്ക് മെയിനായിട്ട് വൈശാലിപ്പണി ആയതുകൊണ്ട് വലിയ നെയ്മീനോ കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങോട്ട് ചെറുത്തിട്ടില്ല. ചിലപ്പോൾ ചെറുക്കും. അപ്പോൾ ഇപ്പൊ കിട്ടിയേക്കണം നമുക്ക് ഈ മകരവാളയും അയിലയും ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതാണ് നമ്മൾ കടലിലെ മെയിൻ പരിപാടി. കിട്ടിയ എന്താണോ നമ്മൾ അത് വെച്ച് അങ്ങനെ ഒരു കറി അങ്ങോട്ട് പാസ്സാക്കിയാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എടുത്തേക്കണത് അയിലയും മകരവാളയും പിന്നെ മകരവാളുടെ മുട്ടയല്ലേ അത്
ഇതാണ് കുമ്പന്മാരുടെ ഇതാണ് മീനുമാള്. ഇത് മൊത്ത ഇതാണ് കേട്ടാ കുമ്പോ വാളുടെ മുട്ടയാണ് നല്ല നീട്ടത്തിൽ കിടക്കണത് കറക്കി നമുക്ക് ടേസ്റ്റ് കൂടും. ഓക്കെ ഇത് ബോസിന്റെ വയറ്റിൽ തന്നെ പോവുകയും ചെയ്യും. ഇത് ഞങ്ങൾക്ക് കിട്ടൂല. ഇത് കിച്ചണിലെ ബോസിന്റെ വയറ്റിൽ തന്നെ പോവുകയും ചെയ്യും. അപ്പൊ കിച്ചന്റെ ബോസ് ആൾ തന്നെ ഉണ്ടാ അപ്പൊ ആളുടെ വയറ്റിലോട്ട് പോകുന്ന പറയണത് അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് കാര്യമായിട്ടുള്ള മീൻ പെട്ടിട്ടില്ല. എല്ലാ ദിവസവും പെട്ടില്ല. കാലത്ത് ആദ്യത്തെ വലയിൽ നന്നായിട്ട് പെട്ടിരുന്നു, പിന്നീട് അങ്ങോട്ട് കുറവായിരുന്നു. അപ്പൊ വൈകുന്നേരം സമയമായി അയില വെട്ടി ക്ലീൻ ആക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. അയിലയും മകരവാള് പിന്നെ അതെ തേങ്ങ ചിരണ്ടിയിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ വായില്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ എടുക്കണോണ്ട് അവരൊന്നും പറയൂല, എല്ലാവരുടെയും കുരിച്ചിട്ട് തിരിച്ചാലേട്ടാ. എന്ന് വെച്ചാൽ പുട്ട് വെക്കണത്. പുട്ടിന്റെ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം മിനിന്നാളൊക്കെ ചേട്ടൻ തന്നെ വെച്ചത്. ചേട്ടൻ തന്നെ പുട്ട് ചേട്ടനാട്ടോ വെക്കണത്. പിന്നെ ഞാറ് വരുമ്പോ വൈകുന്നേരം പണിയായി കഴിഞ്ഞാല് കുളിയാണ്. എല്ലാരും കുളിച്ചോണ്ടിരിക്കണം. ആ സൈഡിൽ കുളിക്കാണ്. പിന്നെ ഇവിടെ കുളിക്കാൻ വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ തേച്ചുകൊണ്ടിരിക്കണടാ. കേടാ വെളിച്ചെണ്ണ ഇട്ട് കുളിക്കോളൂ. കുളിച്ചോണ്ടിരിക്കണടാ. നമ്മ അധികം കാണിക്കുന്നില്ല, ജിമ്മാണ് ആള്, അതുകൊണ്ട് അധികം കാണിക്കുന്നില്ല. അപ്പൊ ആങ്കർ അമ്മ ഇട്ടിട്ടില്ല. കുറച്ച് കഴിയുമ്പോ നമ്മൾ ആങ്കറും കാര്യങ്ങളും ഇടുന്നതാണ്. ആങ്കർ സമയമായിട്ടില്ല. നമ്മള് പുട്ടും മീൻ കറിയൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പുട്ടും മീൻ കറിയൊക്കെ ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം. പിന്നെ നമ്മളെ സ്രാങ്ക് പ്രാർത്ഥനയും കാര്യങ്ങളും നമുക്ക് കുറെ വിശ്വാസങ്ങളുണ്ടാവും. സ്രാങ്ക് അവിടെ പ്രാർത്ഥിച്ച് ചന്ദനത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടാ. പിന്നെ നമ്മളെ പുട്ട് സമയം എന്താ സമയം പിടിക്കും ചേട്ടാ പുട്ട് റെഡിയാവാൻ? പുട്ടിട്ട് തന്നെയോ. നടുക്കടലാണ്, ചുറ്റും കടല്. ഇടയ്ക്ക് ഒരു വെട്ടങ്ങാനുണ്ടെങ്കിൽ കരയല്ല. മീൻകറി വെക്കാനായിട്ട് രണ്ടു ചുമന്നിട്ട് ഞങ്ങളുടെ പണിക്കാരൻ ഇപ്പൊ ഡ്രൈവർ പണി നിർത്തി ഇവർക്ക് കറി വെച്ച് കൊടുക്കലാണ് എന്റെ പരിപാടി. നല്ല തണുത്ത കാറ്റിലാണ് തൊപ്പിയൊക്കെ വെച്ചാണ്. പക്ഷേ തൊണ്ടവേദന പറഞ്ഞ ഇതൊന്നുമില്ല, തൊപ്പിയും മടിവാളൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും സ്നേഹമുള്ളവനാണ് കൊന്നോണ്ട് ചിരിക്കാണ്. ചിരിച്ചോണ്ടൊക്കെ കൊന്നോണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മ കടലിൽ ഇങ്ങനെ ശാന്തമായി കിടക്കണം കേട്ടോ. കടലും ശാന്തമാണ്. അവിടെ ഇവിടെയൊക്കെ 2 ബോട്ടൊക്കെ ഉള്ളൂ. എന്ന് വെച്ചാല് നമ്മള് നേരെ പൊക്കിയെടുത്തൊക്കെയുള്ള പരിപാടിയിലാണ്. നേരെ കെട്ടയച്ചുവിടാണ്. കണ്ടാ കെട്ടൊക്കെ അയക്കാണ്. ചെറിയൊരു കെട്ടിലിരുത്തേക്കണ ആങ്കറിനെ തള്ളി. അങ്ങനെ പോയി കണ്ടാ നേരെ റോപ്പ് ഇറങ്ങിപ്പോ കാണിച്ചരാ. ഇവിടെ ഇത്തിരി ആഴം കൂടുതലുണ്ടാവുകൊണ്ട് ഇത്തിരി റോപ്പ് കൂടുതലും കേട്ടോ. കേട്ടോ കഴിഞ്ഞു, ഇത്ര ഉള്ളു, തീർന്നു. ഇത്ര ആഴമുണ്ട്. വേറെ സ്പെഷ്യല് സ്രാങ്കാണ് കറി വെക്കണത്. പപ്പൻ ചേട്ടൻ സവാളയൊക്കെ എടുത്തിട്ടുണ്ട്, കലം വെച്ചിട്ടുണ്ട്. മകരവാളയും അയിലയും കൂടി തമ്മിലൊരു എന്താ പറയാ കോമ്പിനേഷൻ, അതാണ് വെക്കാൻ പോണ കേട്ടോ. മകരവാള അയില വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് സവാള കലക്കിട്ട് വാട്ടും. ഓരോരുത്തരോ സ്റ്റൈലാണ്. ആ വെള്ളം പോകുമ്പോ വെള്ളത്തിൽ ചെയ്യണ അങ്ങനെ കണ്ടിട്ടേ. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് കയ്യിൽ മഞ്ഞപ്പൊടി കുറച്ചിടും. ഒരു കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, കറിക്ക് ഒരു ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മഞ്ഞപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്. ഞങ്ങൾ മുളക് ഇടുമ്പോൾ അതിൻ്റെ കൂടെ മുളക് ഇടും.
സ്രാങ്കുമാരങ്ങനെ എപ്പോഴും അടുക്കളയിൽ കയറി കറിയൊന്നും വെക്കാറില്ല. പക്ഷെ നമ്മുടെ പപ്പൻ ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ പപ്പൻ സ്രാങ്ക് അടിപൊളിയാണ്. നമുക്ക് അടിപൊളി കിടലും ഇവിടെ മകരവാളയും അയിലയും എല്ലാം കൂടി ഇട്ട് ഒരു അടിപൊളി കറി ഇവിടെ റെഡിയാക്കണം. ആ മുളകൊക്കെ റെഡിയായി അങ്ങനെ തിളച്ച ചാറ്. ഇനി ഈ ചാറ് ആ ഗ്രേവി പോലെ ആയിക്കണം. ഇതിൻ്റെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് ചാറ് പോലെ അങ്ങോട്ട് ആക്കിയെടുക്കേണ്ട. ബോട്ടിലൊക്കെ ഇറക്കി ചാറില്ലെങ്കിൽ പിന്നെ അതിലൊരു കറി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് ചാറ് പോലെയൊക്കെ കൊടംപുളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ട. വലിയ അയിലക്കൂട്ടനായതുകൊണ്ട് സ്രാങ്ക് മുറിച്ചൊക്കെ ഇട്ടേക്കണം. അങ്ങനെ ഓരോ അയിലയും കൂടി ആ ചാറി കിടന്ന് ഞങ്ങളുടെ തിളക്കും. എന്താ മണം അങ്ങോട്ട് മൂക്കിലോട്ട് തന്നെ അറിയും. ഈ അയില കഷ്ണം ഇടുമ്പോൾ തന്നെ ഇപ്പം തന്നെ അങ്ങോട്ട് കഴിക്കാൻ തോന്നും കേട്ടോ. ആ രീതിയിലാണ് ആ മണവും കാര്യങ്ങളും ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറുന്നത്. ഇനിയൊന്ന് അയിലക്കുട്ടന്മാരങ്ങാട് എല്ലായിടത്തും ഓരോ അയിലാണ് ഇങ്ങനെ അങ്ങോട്ട് സ്രാങ്ക് നിരത്തി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് വെന്ത് വന്നാൽ മതി കേട്ടാ. ഞങ്ങൾ പുളിയൊക്കെ റെഡിയാണ്. സൂപ്പറുണ്ട്. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചിറ്റിക്കും. അതൊരു സ്പെഷ്യൽ ഇങ്ങനെ ആടിയിട്ട് അങ്ങനെ ഉപ്പൊക്കെ അങ്ങാട് ഇതായിട്ട് ഇടിച്ച് പുളിയൊക്കെ അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. സമയം ഇന്ന് 3-ാം ദിവസം രാത്രി പുട്ടും അയിലക്കറിയും. സ്രാങ്ങാണ് അയിലക്കറിയൊക്കെ വെച്ചത്. സ്പെഷ്യൽ സാധനമുണ്ട്. അങ്ങാട് ഒരു പുട്ടിലോട്ട് വീണ്ടുണ്ട്. അതെന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. വളഞ്ഞുകൂടി കിടക്കാണ്. ഒരു വാള കഷ്ണവും ഒരു അയില കഷ്ണവും. ഇനി ഒരു അയില കഷ്ണവും കുറച്ച് ചാറും നേരെ അങ്ങോട്ട് സ്രാങ്ങിനോട്. നല്ല ശാന്തമായി കടല് പുഴയുണ്ട്. കടലിപ്പോ പുഴ പോലെ കിടക്കാണ്. ബാക്കി എല്ലാവർക്കും പുട്ടും അയിലക്കറി. ആരും വട്ടത്തിലിരുന്ന് അയിലക്കറിയും പുട്ടും എടുത്ത് സ്രാങ്ങിന്റെ സ്ഥലത്തിരുന്ന് കഴിക്കാണ്. കണ്ടാ പുട്ടും ഒരു കഷ്ണം എടുത്തുള്ളൂ അയിലല്ലേ. എങ്ങനെയുണ്ട് കറിയൊക്കെ? എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? അടിപൊളി. ഇവിടെ എല്ലാരും റൗണ്ടിലിരിക്കാണ്. അതൊക്കെ ചോദിക്കാം, മേലാളോട് ചോദിക്കാം. മായാവില മമ്മൂട്ടിനെ പോലെ തോർത്തൊക്കെ കെട്ടിയേക്കണ്ട തലയിൽ. തൊണ്ടുവേനയാണ്, പാടില്ല. ആ കുഴച്ചിട്ട് ഒരു കഷ്ണം മകരവാളം ഒന്ന്. എങ്ങനെയുണ്ട്? ചാറ് സൂപ്പറാണ്. മകരവാളാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. ആ എല്ലാരും കഴിക്കാണ്. കറിയൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായ? നമ്മുടെ മെയിൻ കുക്കാണ്. മെയിൻ കുക്കിനോട് അഭിപ്രായം ചോദിക്കട്ടെ. കറി ഇഷ്ടമായി? അടിപൊളിയാണ്. അപ്പൊ നമുക്കിത് ഇതാണ്ടാ മുട്ടയൊക്കെ തന്നിട്ട്. മീനിന്റെ മുട്ടയാണ് വളഞ്ഞിടക്കണം. ഒന്ന് പിടിച്ചേ. ഒരു മീനിന്റെ മുട്ട കഴിക്കാം. മീനിന്റെ മുട്ട എടുത്ത് എന്തൊരിതാന്ന് നോക്കി. അരിഞ്ഞോണ്ട് അങ്ങനെ മുട്ട എങ്ങനെയുണ്ട്? അടിപൊളി. കറിയാ? കറിയും കൊള്ളാം. ഒരു പീസ് എടുത്ത് അതിലേക്ക് ഒത്തി നോക്കി പിടിച്ച പുളിയൊക്കെ കറക്റ്റാണ്. പുളിയും കിട്ടുന്നുണ്ട്. രണ്ട് മീൻ മുട്ട മൈറ്റിലാക്കി ചോറും പോട്ടെ. പുട്ട് ചാറിന് ഇങ്ങനെ ഞങ്ങൾ പെരട്ടി എടുക്കണം. ഒരു കഷ്ണം കിള്ളണം. ചൂടാണേ. ഇങ്ങനെ അടിപൊളി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കാലത്തൊട്ട് വൈകുന്നേരം വരെ മീൻ പിടുത്തവും കാര്യങ്ങൾ കാണിച്ച് പ്രതീക്ഷ കൈവിടാണ്ട് 3-ാം ദിവസം രാത്രി ഞങ്ങളിവിടെ ആങ്കറി കിടക്കണം. 4-ാം ദിവസം ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ കാലത്ത് കുറച്ച് മീൻ കിട്ടി. കാലത്തൊരു വില മാത്രം. ഈ 3 ദിവസത്തിൽ ഇത്തിരി ഉള്ളി കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നമുക്ക് കുറച്ച് മോശം വരുന്നു. ഇന്നത്തെ പണി ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതേ. എല്ലാവരും ഇന്ന് കഴിക്കണം അല്ലേ? നമ്മൾ പ്രതീക്ഷ കൈവിടാണ്ട് നമ്മൾ സ്രാങ്ങും നമ്മളും നാളെ മീനൊക്കെ പിടിക്കും, വലയൊക്കെ ഇടും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണിച്ച വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നാളെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.